ക്യൂ ഡിസ്കൗണ്ട്സ്. മികച്ച ഡിസ്കൗണ്ടുകൾക്കും ഓഫറുകൾക്കും മാത്രമായി ഇതാ ഒരു കിടിലൻ മൊബൈൽ ആപ്പ്. സർഗ്ഗവിരുന്നിന് ചന്തമേകാൻ ഇനി ഒരു അടിപൊളി പെർഫോമൻസ് കാണാം. സോ വെൽക്കം.
കൗശികൻ ശ്രീഹരി, ഓ നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ഇവിടെ അഫ്സലിന്റെ അടുത്ത് ചോദിക്കായിരുന്നേ, കുട്ടികൾക്ക് എന്താണ് ധൈര്യം ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പാട്ടെടുത്ത് പാടാൻ അല്ലേ അഫ്സൽ? പണ്ട് ഈ പാട്ട് ഞങ്ങൾ ഗാനമേളക്ക് പാടും. അപ്പോൾ ഓരോ അതിലെ SPB സാറ് പാടിയിട്ടുള്ള പല വേരിയേഷൻസ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ വരുമോ എന്ന് പേടിച്ചാണ് ഞങ്ങൾ പാടുന്നത്. പക്ഷേ ഇവർ പാടുന്ന കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത് ശരിക്കും. സത്യം, ഈ പാട്ടൊക്കെ പണ്ട് ഗാനമേളയിൽ എടുക്കുമ്പം അങ്കിളൊക്കെ കീബോർഡ് വായിച്ചിരുന്ന സമയത്ത് സാധാരണ പാട്ടുകാരൊന്നും ഈ പാട്ട് എടുക്കില്ല. എത്ര അടിപൊളി പാട്ടുകാരനാണെങ്കിലും ഇതുപോലത്തെ പാട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ അടിപൊളിയിൽ തന്നെ പല ലെവൽസ് ഉണ്ട്. ഏറ്റവും ഹയസ്റ്റ് എന്താ പറയണ്ട പെർഫെക്റ്റ് സിംഗറിന് മാത്രമേ ഈ പാട്ട് എടുക്കാനുള്ള ധൈര്യം വരാറുള്ളൂ. കാരണം ഈ പാട്ട് വെറുതെ അടിപൊളി പാട്ട് മാത്രമല്ല, ഇതിന്റെ ഇടയിൽ കൂടി കുറെ സംഗതികളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ക്ലാസിക്കലിയും നല്ല സ്ട്രോങ് ആണെങ്കിലേ പറ്റുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഞാനോ നീയോ എന്ന് പറഞ്ഞിട്ട് പെർഫെക്ഷനിൽ പാടിയില്ലേ, അതിനാണ് ഏറ്റവും വലിയ സല്യൂട്ട്. സൂപ്പർ. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജഡ്ജസ് ആയിരിക്കുമ്പം ഒരു അഭിമാനമാണ് തോന്നുന്നത്. കാരണം നമ്മളുടെ കുട്ടികൾ ഇത്രയും എന്താ പറയണ്ട വേൾഡ് വൈഡ് ടാലന്റ് നമ്മളിങ്ങനെ എക്സിബിഷനായിട്ട് ഇങ്ങനെ നിങ്ങളെ പെർഫോം ചെയ്യിപ്പിക്കുമ്പോൾ ധൈര്യമായിട്ട് എന്ത് ടൈപ്പ് പാട്ട് വേണമെങ്കിലും പാടാൻ റെഡിയാണെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വി ആർ സോ പ്രൗഡ് ഓഫ് യു. സൂപ്പർ. രണ്ടുപേരും ഈ പറഞ്ഞ മാതിരി തകർത്താടിക്കളഞ്ഞ കേട്ടോ. ഇത് ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഡ്രോപ്പ് ആയ ഫുൾ സോങ് അവിടെ തീർന്നു. അപ്പം ഞാൻ ആലോചിക്കാതെ ഇത് രണ്ടുപേരും ഒന്നാമത് പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പാടുമ്പോഴത്തേക്കും ഒരാൾക്കുള്ളത് വേണമെങ്കിൽ വേറെ കയറി പാടാം, അല്ലെങ്കിൽ വേറെ ആൾ പാടാതിരിക്കാം. അതിഗംഭീരമായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് കൊറിയോഗ്രാഫിയുടെ സപ്പോർട്ടും കൂടെ ആയപ്പം തമിഴിൻ്റെ ഒരു കളർഫുൾ ആയിട്ടുള്ള സോങ്ങിൻ്റെ ഒരു മൂഡ് വന്നു. കൗശിക്കിന് ശരിക്കും പറഞ്ഞാൽ ഈ മുടി ഭയങ്കര ഹെൽപ്പാണ്. തന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ രണ്ടുപേരും ഗംഭീരമായിട്ട് പാടി. ഹലോ, ഇത് മൂടൗട്ടായിട്ടിരിക്കുന്നു. ഈ പാട്ട് കണ്ടിരിക്കുന്ന ഒരു നിരാശനായിട്ടിരിക്കുന്ന എന്താണ്? ആ വട്ടത്തിലുള്ള അതിന്റെ പേരെന്തെന്നാ അവര് കൊണ്ടുവന്ന്? ഡോലല്ലേ? അല്ല, അത് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കലും എടുക്കലും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചേ അതിന്റെ പുറത്ത് എന്റെ പടം ഉണ്ടാവും. ഒരു പ്രാവശ്യം വെച്ചല്ലോ, അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നുന്നു ആ പടം തന്നെ വരട്ടെ. എന്നിട്ട് നോക്കിയപ്പോ അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ല ഒന്നുമില്ല. അതിന്റെ ഒരു നിരാശ. അത് കുറച്ച് അതിമോഹമാണ് കേട്ടോ. എല്ലാം എന്തുകൊണ്ടൊന്നല്ല അതിനകത്ത് പടം വെക്കാന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ. അത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതാണ് ഒരു വിഷമം. ഒരു വിഷമം ഉണ്ടാവുള്ളൂ. പക്ഷെ ഗംഭീരമാണ് കേട്ടാ. നിങ്ങൾ കലക്കി അടിച്ച് പൊളിക്കൽ. ഇത് എന്താ കഥ എന്ന് എനിക്ക് മനസ്സിലാവില്ലേ. നിങ്ങളൊക്കെ വലുതായി കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാട്ട് കേൾക്കാനൊക്കെ ഞാൻ ഉണ്ടാവുമോന്ന് എനിക്കൊരു പേടിയുണ്ട്. അയ്യോ, ഞാൻ ഉണ്ടാവൂടാ. 100 കൊല്ലം ഞാൻ ഉണ്ടാവും കേട്ടാ. നിങ്ങൾ പാടി തകർക്കണം. അപ്പൊ എനിക്ക് എന്റെ ആൾക്കാരോട് എന്റെ കൂട്ടുകാരോട് അധികം കാലം ഉണ്ടാവും എന്നല്ല, ഉള്ള കാലത്ത് ഞാൻ ആ കുട്ടികളെ അറിയുന്നതല്ലേ എന്ന് പറയും നമ്മളില്ലേ. നമ്മുടെ കൂടെ പഠിച്ച ആള് നന്നായി കഴിഞ്ഞാൽ നമ്മൾ പറയും അയാളെ നമ്മളറിയും, അയാൾ നമ്മളുടെ കൂട്ടുകാരനാണെന്ന് പറയും. അതുപോലെ നിങ്ങളുടെ നിങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സാണെന്ന് ഞാൻ ഉറക്കെ ഇരിഞ്ഞാലൊക്കെ വിളിച്ച് പറയും. അത്രയും ഗംഭീരമായി നിങ്ങൾ പാടി. ഓക്കെ, രണ്ടിലൊന്നറിയാന്ന് പറയില്ലേ, ഇത് രണ്ടിലൊന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ ഇത് രണ്ടുപേരും ഒറ്റ പാട്ട് പാടി മുഴുവൻ കളവും പിടിച്ചു എന്നുള്ളതാണ്. ഒറ്റ ഓട്ടോറിക്ഷയല്ലേ നിങ്ങൾ കൊണ്ടുവന്നുള്ളൂ? അതെന്താ ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നാണോ നിങ്ങൾ? അത് ഞങ്ങൾ മാറിയല്ലേ പാടുന്നത്. അപ്പൊ അവന് തളർച്ച വരുമ്പോ അവനും ഓടിക്കും, എനിക്ക് തളർച്ച വരുമ്പോ ഞാനും ഓടിക്കും. അങ്ങനെ ഈ പാട്ടിൽ ഒരിടത്തും ഒരു തളർച്ച ഞങ്ങൾ കണ്ടില്ല. രണ്ടുപേരും ഇനി എത്ര ദൂരം വേണേലും ഓടിക്കും എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു വാശിയിലാണ് ഈ പാട്ട് എടുത്തോണ്ട് ഇങ്ങോട്ട് പോയത്. രജനി സാറിന്റെ 2-3 മൂവ്മെന്റ് ഒക്കെ കൗശിക് കാണിച്ചില്ലേ, ഭയങ്കര ഗ്രേസ് ആയിരുന്നു. മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കൗശിക് രജനി സാറിന്റെ മൂവ്മെന്റ് കാണിക്കുമ്പം ഇപ്പുറത്തൊരാള് ബ്രേക്ക് ഡാൻസ് കളിക്കുന്നുണ്ടോ, മൂൺ വാക്ക് കളിക്കുന്നത്. ഈ കൊട്ടിന് മൂൺ വാക്ക് അത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി കാണണം കേട്ടോ. കാരണം ഈ ഓട്ടക്കാരൻ പാട്ടിൽ മൂൺ വാക്ക് എന്ന് പറയുന്നത് അത് കുറച്ച് കടന്ന കൈയായി പോയി. പക്ഷെ അതും നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ. ഇവര് രണ്ടുപേരും പറഞ്ഞത് ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട, എടുക്കാൻ ബുദ്ധിമുട്ടാണ് വലിയ ആളുകൾക്ക് പോലും എന്ന് തോന്നുന്ന സംഭവമാണ്. നമ്മൾ ഈ ചെറിയ ആൾക്കാരെ, ഞങ്ങൾ ഈ ചെറിയ ആൾക്കാര് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു അഭിമാനം എനിക്കും തോന്നുന്നുണ്ട്. ഞാനൊന്നും പറയാനില്ലേ. കാരണം ഞാൻ എന്തെങ്കിലും നിന്നെ ചെയ്ത ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ എല്ലാവരും കൂടി എന്നെ കൊല്ലും. മനസ്സിലായി? ആ ബുദ്ധി എനിക്കുള്ളത് കൊണ്ട് നീ പറയുന്നതെല്ലാം ശരി പോരെ. നമുക്ക് ശ്രീഹരിയുടെ ബ്രേക്ക് ഡാൻസ് മൂൺ വാക്ക് എന്ന് കാണാം. അതെ, ശ്രീഹരിയുടെ മൂൺ വാക്ക് ആണെങ്കിൽ കൂടെ അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം കൗശിക് ഒരു സൈഡിൽ ഫുൾ ഫോക്ക്, അതിന്റെ ഒപ്പം തന്നെ ഒരു സ്പ്ലിറ്റ് സ്ക്രീനിൽ വേറൊരാൾ മൂൺ വാക്ക് കളിക്കുന്നു. അതിലായിരുന്നു അതിന്റെ രസം ഉണ്ടായത്. അപ്പൊ തുടങ്ങാം. 6-8
താങ്ക് യു സാർ. ക്യൂ ഡിസ്കൗണ്ട്സ്. മികച്ച ഡിസ്കൗണ്ടുകൾക്കും ഓഫറുകൾക്കും മാത്രമായി ഇതാ ഒരു കിടിലൻ മൊബൈൽ ആപ്പ്.